പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത 4 അമൃത് ഭാരത് ട്രെയിനുകളിൽ 2 എണ്ണത്തിന് ബിജെപിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് സ്വീകരണം നൽകി. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത 4 അമൃത് ഭാരത് ട്രെയിനുകളിൽ 2 ട്രെയിനുകൾക്ക് ബിജെപിയുടെ നേതൃത്വത്തിലാണ് കായംകുളത്ത് സ്വീകരണം നൽകിയത്. പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത ശേഷം വരുന്ന ആദ്യ സർവീസ് എന്ന നിലയിൽ ഈ ട്രെയിനുകൾക്ക് ഗംഭീര സ്വീകരണം പൗരജനങ്ങളുടെയും അതേപോലെ തന്നെ BJPയുടെയും നേതൃത്വത്തിൽ ഗംഭീര സ്വീകരണ പരിപാടികൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ചിരിക്കുകയാണ്. സാധാരണ പാവപ്പെട്ട യാത്രക്കാർക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് മികച്ച സൗകര്യത്തോടു കൂടിയുള്ള യാത്രാ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും പുതിയ ലോകോത്തര നിലവാരമുള്ള കോച്ചുകൾ ഘടിപ്പിച്ച ട്രെയിനുകളാണ് ഈ അമൃത് ഭാരത് ട്രെയിനുകൾക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുള്ളത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ്. 4 ട്രെയിനുകൾ ഒന്നിച്ച് കേരളത്തിന് അനുവദിച്ചിരിക്കുകയാണ്. കേരളത്തെ കൂടെ നിർത്താൻ വേണ്ടി വികസന ലക്ഷ്യവുമായി കേരളത്തെ വളരെ വേഗം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ടാണ് ഒന്നിച്ച് 4 ട്രെയിനുകൾ കേരളത്തിന് അനുവദിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ, റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ്. മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ്, സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജു മഠത്തിൽ, ബിജു ആശക്കാട്, വിപിൻ രാജ്, കൊച്ചുമുറി രമേശൻ, രാജശേഖരൻ, സുരേഷ് ആക്കനാട്ട്, കൗൺസിലർമാരായ രാജേഷ് കമ്മത്ത്, കവിത രാജേഷ്, അനിത, ഷീല പ്രസാദ് എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. 2 ട്രെയിനുകളിലെയും ലോക്കോ പൈലറ്റുമാരെ ഷോളണിയിച്ചും ട്രെയിനിന് പുഷ്പവൃഷ്ടി നടത്തിയും ലഡു വിതരണം ചെയ്തുകൊണ്ടുമാണ് പുതിയ ട്രെയിനുകളെ BJP പ്രവർത്തകർ വരവേറ്റത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.